ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും അവരുടെ അണികളുമൊക്കെ നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാർ ഇ.ഡിയെയും മറ്റ് അന്വേഷണ ഏജൻസികളുമൊക്കെ തങ്ങളെ തകർക്കാനായി ഉപയോഗിക്കുകയാണെന്നും തങ്ങളെ ഏത് നിമിഷവും കൽത്തുറങ്കിൽ അടയ്ക്കുമെന്നും അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇ.ഡി അറസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നാലെ അറസ്റ്റിലായവരുമാകാൻ പോകുന്നവരുമായ 10 നേതാക്കളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ നേതാക്കളുടെ കേസ് എന്താണ്, ഏത് വർഷമാണ് ഈ കേസ് നടന്നത്, ഈ കേസിൽ ബി.ജെ.പിക്ക് എന്ത് റോളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം ബി.ജെ.പി. കള്ളക്കേസ് ഉണ്ടാക്കി ഇവരെ കുടുക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹേമന്ത് സോറൻ്റെ കേസിൽ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഹേമന്ത് സോറൻ്റെ കേസ് ആദ്യം തുടങ്ങുന്നത് JMM MLA ആയിരുന്ന പങ്കജ് മിശ്രയെ അറസ്റ്റ് ചെയ്യുന്നു ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിലും ഹേമന്ത് സോറിന് പങ്കുണ്ട്. ആ അന്വേഷണം ഇതിൽ പങ്കജ് മിശ്ര അകത്താണിപ്പോൾ. ഈ പങ്കജ് മിശ്രയുടെ കേസിൻ്റെ FIR ഇടുന്നതും മറ്റും ബി.ജെ.പി. സർക്കാരോ അല്ല, പകരം സാഹിബ് ഗഞ്ച് ജില്ലാ പോലീസ് മേധാവി ഇട്ട FIR ആണ്. അതിൻ്റെ അന്വേഷണമാണ് കേന്ദ്ര ഏജൻസി CBI ആണ് അതിൻ്റെ അന്വേഷണം നടത്തി വരുന്നത്. മറ്റൊരു അന്വേഷണം, അതായത് ഇപ്പോൾ ഈ ഹേമന്ത് സോറിന് അകത്ത് പോയ അന്വേഷണം ആദിവാസികളുടെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ ഈ ഹേമന്ത് സോറിനെതിരെ പരാതി നൽകിയത് 2022 റാഞ്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു ക്ലർക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ ഹേമന്ത് സോറിന് അകത്ത് പോകുന്നതിന് കാരണമായ കേസ്. ഇനി മറ്റൊരു കേസ് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പങ്കജ് മിശ്രയുടെ കേസ് കിടപ്പുണ്ട്. ഇപ്പോഴത്തെ കേസ് അതല്ല, ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്ത കേസാണ്. ആ കേസിന് പരാതി കൊടുക്കുന്ന ഒരു ക്ലർക്കാണ്, റാഞ്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു ക്ലർക്കാണ്. ഈ 2022 ജാർഖണ്ഡ് ഭരിക്കുന്നത് ബി.ജെ.പിയും അല്ല എന്നുള്ള കാര്യമാണ് വളരെ കൗതുകകരമായ കാര്യം. ഇവിടെ എന്താണ് ബി.ജെ.പിക്ക് റോളെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. യാതൊരു റോളും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർക്കും ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം അരവിന്ദ് കേജ്രിവാളാണ്. അരവിന്ദ് കേജ്രിവാളിൻ്റെ ഈ കേസ് എന്നെ ആസ്പദമായ സംഭവം ഇത് റിപ്പോർട്ട് ചെയ്ത് ദില്ലി ചീഫ് സെക്രട്ടറിയാണ്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. ആ ദില്ലി ചീഫ് സെക്രട്ടറിയാണ് ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നതും മദ്യ കുംഭകോണത്തിൻ്റെ ഒരു വലിയ ഭൂതത്തെ തുറന്നു വിടുന്നതും. അങ്ങനെ സിസോദിയ അകത്തു പോകുന്നു. കേജ്രിവാളിൻ്റെ കേസ് ഒന്നല്ല, ഈ കുറ്റപത്രത്തിൽ ഉടനീളം കേജ്രിവാളിൻ്റെ പേര് അനവധി വട്ടം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 45 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചതടക്കം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. 4 തവണ ഇ.ഡി നോട്ടീസ് നൽകി കേജ്രിവാൾ ഹാജരായിട്ടില്ല. 5ാമത്തെ തവണ നൽകിയിരിക്കുന്നു. ഇനി ഹാജരാകുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും ഹേമന്ത് സോറനും ഇതേ മാതൃകയിലായിരുന്നു. 7 സമൻസ് വരെ അദ്ദേഹം ഹാജരായില്ല. 8ാമത്തെ സമൻസിന് ഹാജരായി. തുടർന്ന് 9ാമത്തെ സമൻസ്, അതായിരുന്നു കഴിഞ്ഞ ദിവസം, ആ സമൻസിനെത്തുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയുമായിരുന്നു. ഏതായാലും കേജ്രിവാൾ ആ വഴിക്ക് തന്നെയാണോ നീങ്ങുന്നറിയില്ല. ഏതായാലും കുരുക്ക് ഇങ്ങനെ കിടക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അകത്തേക്ക് തന്നെയാണ് കേജ്രിവാൾ പോകുന്നത്. മൂന്നാമത്തെ ആൾ ലാലു പ്രസാദ് യാദവാണ്. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കയ്യിലിട്ട് അമ്മാനമാടിയുന്ന ലാലു പ്രസാദ് യാദവ് ഏത് നിമിഷവും അകത്തേക്ക് പോയേക്കാം. 1ഉം 2ഉമല്ല, അനവധി കേസുകൾ. ഈ കേസ് ബി.ജെ.പി. പച്ച പിടിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ കേസാണെന്ന് കൂടി നാം അറിഞ്ഞു വെക്കണം. അതിൽ പ്രധാനപ്പെട്ട കാലിത്തീറ്റ കുംഭകോണ കേസായിരുന്നു. 1996 ആ കേസ് തുടങ്ങുന്നത്. പക്ഷേ 2017 അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കപ്പെടുന്നത്. ഇതുകൂടാതെ 98 അദ്ദേഹം നടത്തിയ അനധികൃത സ്വത്ത് സമ്പാദന കേസ്, 2005 റെയിൽവേ ടെൻഡർ അഴിമതി, 2017 അനധികൃത സ്വത്തുക്കൾ സമ്പാദിക്കുന്നു, 2017 AB കയറ്റുമതി കമ്പനിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിച്ചു. ഇത്രയും കേസുകൾ നിൽക്കുന്നു. ഇതിൽ റെയിൽവേ ടെൻഡറിൻ്റെ മാത്രമല്ല, മറ്റൊരു കേസ് കൂടിയുണ്ട്. ജോലി നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പ്. ആൾക്കാരുടെ ഭൂമി വാങ്ങിയെടുത്തു, ജോലി നൽകാം, റെയിൽവേയിൽ ജോലി നൽകാമെന്ന്, അങ്ങനെ ഒരു തട്ടിപ്പ് കൂടുണ്ട്. അതായത് 4-5 തട്ടിപ്പ് കേസ് ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നു. ഏത് നിമിഷവും ലാലു പ്രസാദ് യാദവ് അകത്തേക്ക് തന്നെയാണ് പോകുന്നത്. പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ തീരെയില്ല. ഈ കേസുകൾ നടന്ന വർഷം ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ കാലയളവിലൊന്നും ബി.ജെ.പി. ഒരു മേജർ പവർ ആയിരുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. UPA സർക്കാർ ഭരിക്കുന്ന സമയമാണ്. ലാലു പ്രസാദിൻ്റെ യാദവിൻ്റെ പാർട്ടി പിന്തുണയ്ക്കുന്ന കാലഘട്ടം കൂടിയാണ്. അടുത്ത നേതാവ് മമതാ ബാനർജി. ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. 2013 ഈ കേസ് പുറം ലോകം അറിയുന്നത്. ഈ കേസ് പശ്ചിമ ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല, പകരം ഒറീസ, ഉത്തർപ്രദേശ്, ബീഹാർ, ത്രിപുര തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന കേസാണ്. ഈ കേസിൽ ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരാണ്, റിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ. അത് 1ഉം 2ഉം പേരല്ല, ലക്ഷക്കണക്കിന് പേരിൽ നിന്നാണ് കോടികൾ തട്ടിച്ച് മുങ്ങിയത്. ഈ കേസിലും മമത ആ ഭീഷണി നേരിടുന്നുണ്ട്. ഈ കേസ് മുറുകി വരുമ്പോൾ അഭിഷേക് ബാനർജി മമതയും ഉൾപ്പെടെ അകത്തേക്ക് പോകാനുള്ള സാധ്യതകളും
തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് CBI ആണ്. നമുക്കറിയാം പശ്ചിമബംഗാൾ CBI ഈ കേസുമായി അന്വേഷണത്തിൽ വരുമ്പോഴൊക്കെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും ഈ കേസ് അങ്ങനെ പോകാൻ സാധ്യത കുറവാണ്. ഇത് കൂടാതെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിലും ഭക്ഷ്യ വകുപ്പിലുമൊക്കെ നടന്ന അഴിമതിയുടെ പേരിൽ മന്ത്രിമാരും MLA മാരും അകത്താണ്. അതിൻ്റെ അറ്റവും ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയിൽ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പിന്നിലും BJP അല്ല. കാരണം ഈ കേസ് 2013 പുറംലോകം അറിയുന്നത്. ഇത് സുപ്രീം കോടതിയാണ് CBIക്ക് ഈ കേസ് കൈമാറിയത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ BJPക്ക് പശ്ചിമ ബംഗാൾ നിയമസഭയിൽ പോലും യാതൊരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നറിയില്ല. അടുത്തത് സഞ്ജയ് റാവത്ത്, നമ്മുടെ ഉദ്ധവിൻ്റെ ശിവസേനയുടെ നേതാവാണ് സഞ്ജയ് റാവത്ത്. 60,000 കോടി അഴിമതി കേസിൽ പെട്ട ഒരു കക്ഷിയാണ്. 1000 കോടി തട്ടിപ്പ് കേസിൽ ഈ സഞ്ജയ് റാവത്തിനെ ED അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ചെയ്തു. സഞ്ജയ് റാവത്ത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകള്, സഹോദരൻ തുടങ്ങിയവർ അകത്തേക്ക് പോയി. അതായത് ബൃഹൻ മുംബൈ കോർപ്പറേഷൻ്റെ ഭൂമി തട്ടിച്ച് വിറ്റ് പുട്ടടിച്ച കേസിലാണ് സഞ്ജയ് റാവത്ത്. അടുത്ത് തന്നെ അധികം വൈകാതെ പോകും. കാരണം ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണ് നിൽക്കുന്നത്. ജാമ്യ കാലാവധി കഴിയുമ്പോൾ വീണ്ടും ആ കുടുംബത്തേക്ക് തന്നെ ED ഒരുക്കിയ ജയിലെന്ന കുടുംബത്തിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അടുത്തത് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ നട്ടല്ലായ നേതാവ് DK ശിവകുമാറാണ്. ഇപ്പോൾ നിലവിലുള്ള കേസ് 74.93 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. DK ശിവകുമാർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നു. ഈ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DK ശിവകുമാറിൻ്റെ പണം നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിന്, ഒരു TV ചാനലിന് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകൾ CBI ആവശ്യപ്പെടുകയും ചാനൽ നൽകുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ ആ കേസിനെ സംബന്ധിച്ചുള്ള കിട്ടുന്ന വിവരം. ഏതായാലും DK ശിവകുമാറിൻ്റെ കേസ് CBIയിൽ നിന്നും അധികം വൈകാതെ EDയിലേക്ക് പോകും. കാരണം അനധികൃത സ്വത്ത് സമ്പാദനത്തോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളും വരും. ഇനി അടുത്തത് കവിത, നമ്മുടെ TRSൻ്റെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മോൾ, തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ. 54 കോടി തട്ടിപ്പ്, മദ്യ കുംഭകോണമാണ്. ED 13 മണിക്കൂർ ചോദ്യം ചെയ്തു വിട്ടു. ഏത് നിമിഷവും ED ചോദ്യം ചെയ്യാം. അകത്തേക്ക് പോകാൻ സാധ്യത കൂടുതലുള്ള ഒരു നേതാവാണ് കവിത. ഇനി തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ DMKയുടെ കനിമൊഴി, രാജ, മാരന്മാർ, ഇവർക്ക് 1 ഡസനിലധികം കേസ്, വീണ്ടും അതിൻ്റെ കേസുകൾ നീണ്ടുപോകുന്നു. ഇതുകൂടാതെ സ്റ്റാലിൻ മന്ത്രിസഭയിലെ ചെറുതും വലുതുമായ അനവധി മന്ത്രിമാരും അഴിമതിക്കുരുക്കിലാണ്. 3 മന്ത്രിമാരുടെ കുറ്റി തെറിച്ചു. അതിലൊരു മന്ത്രി ഇപ്പോഴും ജയിലിലാണ്. അണ്ണാമല ഈ അടുത്ത് 1,60,000 കോടിയുടെ ഒരു വലിയ അഴിമതിയുടെ തെളിവ് സഹിതം പുറത്ത് വിടുകയുമുണ്ട്. അധികം വൈകാതെ DMKയിലെ പല പ്രമുഖ നേതാക്കളും അകത്തേക്ക് തന്നെ പോകുകയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ പിണറായി സർക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട കേസുകൾ ഡോളർ സ്വർണ്ണ കേസുകളാണ്. ഈ കേസുകളെല്ലാം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നീങ്ങുന്നത് എന്നൊരു ചോദ്യം വരും. ഇതിന് കാലതാമസം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ എത്രയോ വർഷം, ഈ വർഷം കൂടി ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പഴയ കേസുകളാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. നമ്മളുടെ ഒരു തെറ്റായ ധാരണ, ED ഒരു കേസ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി ധരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമുക്ക് കാരണമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോലീസും മറ്റുമൊക്കെ FIR ഇടുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കാണും. അതേ സ്പീഡിൽ നമ്മൾ ED പോലുള്ള അന്വേഷണ ഏജൻസികളും അത്തരത്തിൽ പെരുമാറണമെന്ന് നമ്മൾ കരുതുന്നത് തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ രണ്ട് മെത്തേഡിലാണ് അന്വേഷണങ്ങൾ പോകുന്നത്. പോലീസ് ആദ്യം FIR ഇടുകയും പിന്നീട് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പിന്നീടാണ് തെളിവ് കണ്ടെത്തുന്നത്. പക്ഷേ EDയുടെ കേസിൽ നേരെ തിരിച്ചാണ്. തെളിവുകൾ എല്ലാം കണ്ടെത്തിയതിനു ശേഷം, പഴുതുകളെല്ലാം അടച്ചതിന് ശേഷമാണ് അവർ പ്രതിയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നത്. പിന്നീട് അത് അറസ്റ്റിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് വലിയ കാലതാമസം എത്തുന്നത്. അതുകൊണ്ടാണ് ED അറസ്റ്റ് ചെയ്യുന്ന പ്രതികളാരും ഊരിപ്പോയ ചരിത്രമില്ല. പക്ഷേ നമ്മുടെ പോലീസിൻ്റെ സംവിധാനത്തിൽ എവിടെയായാലും, ഏത് സംസ്ഥാനത്തായാലും പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലും അല്ലെങ്കിൽ പോലീസ് പിടിക്കുന്ന പ്രതികളുമൊക്കെ ചിലപ്പോൾ പുഷ്പം പോലെ ഇറങ്ങിപ്പോകുന്നതിന് കാരണം ഇതാണ്. അതായത് തെളിവുകൾ ഇല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെടും. പക്ഷേ EDയെ സംബന്ധിച്ച് അവരൊരു ജുഡീഷ്യൽ പവറുള്ള ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യലിലേക്ക് തന്നെ കിടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2010 നടന്ന, അല്ലെങ്കിൽ 2010 സുബ്രഹ്മണ്യ സ്വാമി നൽകിയ ഡക്കാൻ ഹൊറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു. അതായത് ഒരു 10-13 വർഷത്തിന് ശേഷമാണ് ഡക്കാൻ ഹൊറാൾഡ് കേസിൽ ചോദ്യം ചെയ്യൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് ED ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. അതല്ലാതെ നമ്മുടെ പോലീസ് സംവിധാനം പോലെ കേസെടുക്കുകയും പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയില്ല. ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 10ഓളം പേർ അകത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. EDയുടെ ഒരു അന്വേഷണ രീതി അനുസരിച്ച് കാലതാമസം അല്പം വരുമെങ്കിൽ തന്നെ അകത്തേക്ക് തന്നെയാണ് ഇവരെല്ലാം പോകുന്നത്. ഇവരെല്ലാം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, BJP സർക്കാർ തങ്ങളെ കള്ളക്കേസിൽ കൂടിക്ക് അകത്തിടുകയാണെന്ന്. ഇതിനകത്ത് ഏതാണ് കള്ളക്കേസെന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വർഷവും കേസിൻ്റെ സ്വഭാവവും അടക്കം ഇങ്ങനൊരു പോയിന്റ് ചെയ്യേണ്ടി വന്നത്. കാരണം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യവും ഇതുതന്നെയായിരിക്കും. തങ്ങളെ കള്ളക്കേസിൽ കുടുക്കി BJP ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇത് കള്ളക്കേസാണോ അല്ലയോ എന്നുള്ളതൊക്കെ
കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇതാണ് ഇന്നത്തെ ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.